തിന്മകൾ നടക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ശിക്ഷ വിധിക്കും. ആ ശിക്ഷയിൽ പച്ചപ്പുല്ലും ഉണക്കപ്പുല്ലും കരിഞ്ഞു പോകും. നമ്മൾ പറയും തെറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ? ഒരിക്കലുമല്ല. തെറ്റ് ചെയ്ത ആളുകൾക്ക് അതിന്റെ ശിക്ഷയുണ്ട്. പക്ഷേ ഏതൊരു തിന്മക്കും ഒരു ശുഉമുണ്ട് എന്നാണ്, ഒരു അവലക്ഷണമുണ്ട്. ഞാൻ നീട്ടി പറയുകയിൽ അവസാനിപ്പിക്കുകയാണ്. അവലക്ഷണമുണ്ട്. ആ ശുഉമ് കൂടെയുള്ള ആളുകളെയും ബാധിക്കുമെന്നാണ്. അതിനൊരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഹദീസുകളിലൂടെ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ഒറ്റ ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹൈനിൽ, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. യഗ്സു ജയ്ഷുൻ അൽ കഅബ, കഅബാലയം പൊളിക്കാൻ വേണ്ടി ഒരു സൈന്യം യുദ്ധം ചെയ്യാൻ വരും. ഹത്താ ഇദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്, അവരെ ഭൂമിയുടെ ഒരു നിരപ്പായ സ്ഥലത്തെത്തുമ്പോ ഖുസിഫ ബിഅവ്വലിഹിം വആഖിരിഹിം, എല്ലാവരെയും അല്ലാഹു, ആ നാട്ടുകാരെ മുഴുവനും ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളയും. ഫഖുൽത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ മിൻഹും. നബിയേ, എത്രയോ സാധാരണക്കാർ, സൂഖ എന്ന് പറയുന്ന സാധാരണക്കാരെ കുറിച്ച് പറയുന്ന വാക്ക, കോമൺ സാധാരണക്കാര്, ഈ സൈന്യമല്ലാതെ ആ നാട്ടിൽ എത്ര പാവങ്ങൾ ഉണ്ടാകും നബിയെ? അവരൊക്കെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുമോ? കഅബം പൊളിക്കാൻ വരുന്ന ഈ സൈന്യത്തെ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തുമ്പോ ആ നാട്ടുകാര് മുഴുവനും പെടുമോ നബിയെ? അവിടെ നിസ്കരിക്കുന്നവരുണ്ടാവില്ലേ? വീട്ടിലെ ഉമ്മമാരുണ്ടാവില്ലേ? കളിച്ചു നടക്കുന്ന മക്കളുണ്ടാകില്ലേ? ഉറങ്ങുന്നവരുണ്ടാകില്ലേ? ഈ തിന്മയുടെ ഭാഗമല്ലാത്ത ആളുകളും അവരിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോ യുബഅസൂന അലാ നിയ്യാതിഹിം, ആ തിന്മ കാരണം അല്ലാഹു ശിക്ഷ വിധിക്കുമ്പോ അവരതിൽ പെട്ടുപോകും. അതവർക്ക് ശിക്ഷയല്ല. ആ പെട്ടുപോകുന്നത് ഒരു രക്തസാക്ഷിത്വത്തിന്റെ പദവി കൊടുത്ത് അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. എന്നാൽ തിന്മ ചെയ്തവർക്ക് അല്ലാഹു ശിക്ഷയാണത്, ശിക്ഷയുടെ തുടക്കമാണത്. തിന്മ ചെയ്യാത്തവർക്ക് അവരുടെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു പുനർജന്മം നൽകുകയും ചെയ്യും.